ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു നാരങ്ങാ വെള്ളമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നല്ല പാൽ പോലെ നിറമുള്ള എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാ വെള്ളമാണ്. ഇപ്പോഴത്തെ ഈ ചൂടിനും നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും മതിയാവത്തില്ല അല്ലേ? സാധാരണ തന്നെ നമ്മൾ ഡോക്ടർമാർ പറയുന്ന ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ദിവസം കുടിക്കണമെന്നാണ്. ഈ ചൂടാകുമ്പോൾ നാളെ കുടിക്കുന്ന വെള്ളത്തിന് കണക്കേ ഇല്ല. അപ്പം ഒന്നാമത് ഇപ്പം ഈ റമദാന്റെ കാലത്തും ഒക്കെ അവിടെ നോമ്പിനും ഒക്കെ ധാരാളം വെള്ളം കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നാരങ്ങ വെള്ളം ആകുമ്പോൾ അത് ഒരുപാട് നന്നായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വിരുന്നുകാർ വന്നാലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാ വെള്ളമാണ്. ഒരു പാല് പോലെ നിറമുള്ളതാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിലേ നിങ്ങൾക്കിത് ഞാൻ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 നാരങ്ങയാണ്. ഇച്ചിരി വലിയ നാരങ്ങയാണ്. ഇത് ഞാൻ കുരു കളഞ്ഞിങ്ങനെ 4 പീസായി, ഒരു നാരങ്ങ തന്നെ 4 പീസാക്കിയാണ് മുറിച്ചിരിക്കുന്നത്. ഇതിലെ കുരുവെല്ലാം നമ്മൾ കളയണം, ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല കയ്പായിരിക്കും. ശരിക്കും നാരങ്ങ അങ്ങനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ നീരെടുത്തിട്ടും നമുക്ക് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കുരുവെല്ലാം കളഞ്ഞിട്ട് ഈ തൊലിയോടുകൂടി ഇടുവാണ്. ഒരുപാടും ഇങ്ങനെ നമ്മൾ അടിക്കരുത്, കാരണം ആ തൊലിയുടെ ടേസ്റ്റ് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ നാരങ്ങയുടെ ആ തൊലി അടിക്കാതെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ തൊലി മുഴുവൻ കളഞ്ഞതിന് ശേഷവും നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു 4-5 പുതിനയുടെ ഇലയാണ്. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചേർക്കുന്ന മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ്. ഇത് 1/4 കപ്പിന്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ അത് ചേർക്കുവാണ്. ഇത് മധുരത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 1/4 സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അധികം അരയാതെ തന്നെ നമുക്കിത് എടുക്കണം. ഇപ്പം ഞാനിത് മിക്സി വെച്ചൊന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് അടിച്ചുകൊണ്ട് വന്നു. ഇനി ഈ ജാറിലേക്കൊന്ന് ഒഴിക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഏതെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വന്നാലും നമുക്ക് നോയിമ്പ് മുറിക്കാനും ഒക്കെ ഇത് ആ സമയത്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നാരങ്ങാ വെള്ളമാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. മധുരത്തിനാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിരിക്കുന്നത്. കണ്ടോ, 2 ഗ്ലാസ് നമ്മൾ വെള്ളമാണ് ഇതിനകത്ത് ചേർത്തത്. പിന്നെ മിൽക്ക് മെയ്ഡുമാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ വെറൈറ്റി ആയിട്ടുള്ള പാൽ നാരങ്ങ ജ്യൂസ്. ഇത് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഞാനിത് കുടിച്ച് നോക്കാം. വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് ആ നാരങ്ങയുടെ ആ ഒരു കയ്പോ അങ്ങനെ ഒന്നുമില്ല. അതിപ്പം അതിന്റെ തൊലി അടിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. മധുരത്തിനാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇട്ടിരിക്കുന്നുണ്ട്, അതും നന്നായിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റിയാണ്. എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്നും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്നെ കമന്റ് അറിയിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ നാരങ്ങയുടെ തൊലിയോടെ ഇടണമെന്നുണ്ടെങ്കിൽ ആ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ അത് മിക്സിയിലിട്ട് അടിച്ചാൽ മതി, ജാറിലിട്ട് അടിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പം എൻ്റെ നീരല്ലേ എടുക്കുന്നത്, ജ്യൂസ്, അപ്പം അങ്ങനെ അതെടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടമാണ്.
ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല മധുരമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും എല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ഉണ്ടാക്കിയതിന് ശേഷം എന്നെ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ബൈ.